അപ്പം നമ്മൾ പൂവെല്ലാം മാറ്റിയിട്ട് പൂവെല്ലാം മാറ്റാണ്. പൂവെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ചാണകം മെഴുകാണ് ചെയ്യണത്. അപ്പം ചാണകം കൊണ്ട് ആദ്യം ഇവിടെ തന്നെ തുടങ്ങാണ്. കുരുവിനും ഗണപതിക്കും വെച്ചത് മെഴുകി തുടങ്ങാണ്. മെഴുകിയിട്ട് വേണം നമുക്ക് അരിമാവ് ഉപയോഗിച്ച് കോലം വരയ്ക്കാനായിട്ട്. കോലം വരച്ചതിന് ശേഷം വേണം നമുക്ക് ഇല ഇടാനായിട്ട്. അപ്പം നമ്മൾ ഇത് മെഴുകാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചാണകം ഉപയോഗിച്ചാണ് എന്നും മെഴുകണത്. അപ്പോൾ നമ്മുടെ തറയും അതുപോലെ തന്നെ മെഴുകണം. തറയും മെഴുകിയെടുക്കുക. പൂവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് പൂ ആദ്യം ക്ലീൻ ചെയ്യാം. എന്തായാലും ഈ മണ്ണ് നനഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്ന മണ്ണല്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കുകയെന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ചാണകം മെഴുക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ചാണകം തന്നെ ഉപയോഗിക്കണം. ഉപയോഗിച്ച് നമ്മൾ മെഴുകണം. അപ്പം നമ്മുടെ പണി തുടങ്ങണം ഗൈസ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിലാവുമെന്ന് അറിയില്ല, എന്നാലും അരിപ്പൊടിയും കൊണ്ട് കോലം വരയ്ക്കാമെന്ന് പറയും. അത് ലക്ഷ്മി ദേവീനെ സങ്കല്പിച്ചാണ് വയ്ക്കണേ. പിന്നെ നിങ്ങൾക്ക് കഥകളൊക്കെ അറിയാമെന്നിരിക്കുന്നു. അതായത് നമ്മുടെ മഹാബലിനെ പാതാളത്തിൻ്റെ, അതായത് സുതലത്തിൻ്റെ രാജാവായിട്ട് ഉയർത്തി എന്നാണ് പറയണേ. എന്നിട്ട് ഭഗവാൻ, അതായത് വാമന രൂപത്തിലുള്ള ഭഗവാൻ അവിടെ കാവല നിൽക്കുകയാണ് ചെയ്യണത് ശരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് കണ്ടോ, നമ്മളിത് ഓരോ ഇത് സങ്കല്പിച്ച് നമ്മളിതാ ഓരോ ഇതിലും കോലങ്ങൾ വരച്ച് കഴിഞ്ഞു. നമ്മൾ പൂക്കളെല്ലാം വാരിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ മാവേലിനെ വരവേൽക്കാനുള്ള കോലങ്ങൾ ഇതാ നമ്മൾ കോലങ്ങൾ വരച്ച് കഴിഞ്ഞു ഗൈസ്. പിന്നെ അടുത്തത് ഇല വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ് അടുത്തത് ഇതാ നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് തുളസി ഇല വയ്ക്കുന്നു. ഇലയിടുന്നു. തുമ്പ് കിഴക്കോട്ട് തിരിച്ച് വയ്ക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഞങ്ങൾ വയ്ക്കണം. 4 മൂലയും സങ്കല്പിച്ച് വയ്ക്കണം. അപ്പോൾ 4 മൂലയിലും നമ്മൾ പൂത്തിറങ്ങില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മൂലയിലും സങ്കല്പിച്ച് ഇതാ അത് വെച്ചതിന് ശേഷം വയ്ക്കുന്നു. വാഴയിലയുടെ തുമ്പ് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുന്നു. അടുത്തത്